ഹലോ. അങ്ങനെ ഞങ്ങളും പോയി ബാലി ദ്വീപ് ഫെസ്റ്റ് കാണാൻ. സംഭവം സ്റ്റാർട്ടിങ്ങിൽ നല്ല കളറാണ് കേട്ടോ. കുറേ പല തരത്തിലുള്ള ഫിഷുകൾ, പല വലിപ്പത്തിൽ നല്ല കളറിൽ നമുക്ക് തൊടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഫിഷുകൾ. അതുപോലെ തന്നെ അതിന് നടുക്കൂടി കയറി നടക്കാം നമുക്ക്. അതേപോലെ തന്നെ ഈ മീനുകൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ കയ്യിലേക്ക് ഇക്കിളിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് ചെറിയൊരു സ്മോക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ഒരു ഫൗണ്ടൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു പോകുന്ന വഴി ഒരു കളർഫുൾ ആയിട്ടൊരു വഴിയായിരുന്നു. ഇവിടെ നമുക്ക് ഇരുന്നിട്ട് ടീയും സ്നാക്സും ഒക്കെ കുടിക്കാനുള്ള ഒരു സംവിധാനമാണ്. അതിൻ്റെ ചുറ്റും ചെറിയൊരു അക്വേറിയം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു അക്വേറിയം വരുന്നത്. ഇത് നല്ലൊരു അടിപൊളി സംഭവം തന്നെയായിരുന്നു. അത് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു മീനുകളുടെ സംഭവമാണ്. പല കളറിൽ കുഞ്ഞു കുഞ്ഞു മീനുകൾ നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല വലിപ്പത്തിലുള്ള മീനുകളും ഉണ്ട് കേട്ടോ. കാണാൻ വേറൊരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. പല കളറിലും പല തരത്തിലുള്ള മീനുകൾ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഫിഷിനെ ക്യാച്ച് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഫിഷിനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സമ്മാനമുണ്ട്. അത് ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ പരിപാടി അല്ല കേട്ടോ. കാരണം കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. അതൊക്കെ പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ യൂഷ്വലി ഉള്ള ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സ്റ്റോറുകൾ തന്നെയാണ് പിന്നെ അങ്ങോട്ട്. അതിൽ വലിയൊരു പുതുമ എന്ന് പറഞ്ഞൊരു സംഭവം തോന്നിയില്ല. കാരണം ഇത് പഴയ മിഠായികളുടെ കടകൾ, സ്ഥിരം എല്ലാ ഇതുപോലത്തെ എക്സിബിഷൻസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന ഷോപ്പുകൾ തന്നെയാണ് ബാക്കിയെല്ലാം. ഈ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറുമ്പോൾ ആ ഒരു മീനിൻ്റെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സംഭവം, അങ്ങനത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ കുറച്ചൊരു സംഭവം ഒരു നല്ല വെറൈറ്റി ആയിരുന്നു സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഇതിലോട്ട് കയറി ചെല്ലുന്നത്. പക്ഷെ ബാക്കി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറുകൾ എന്നൊക്കെ പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ കാണുന്ന ടൈപ്പ് ആയിരുന്നു എല്ലാത്തിലും. എല്ലാത്ത സാധനങ്ങളും കുട്ടികളുടെ കളിപ്പാട്ടം, പിന്നെ അതുപോലെ പെണ്ണുങ്ങൾക്കുള്ള കമ്മൽ, അങ്ങനത്തെ സാധനങ്ങൾ, വള, മാല, കമ്മൽ, കളിപ്പാട്ടങ്ങൾ, അപ്പോൾ അങ്ങനത്തെ സ്ഥിരം ഐറ്റംസൊക്കെ കണ്ടോ. അങ്ങനെ കുറേ ഷോപ്പുകൾ, കുറേ സ്റ്റോളുകൾ ഉണ്ട് അതിൽ. അപ്പോൾ കുറേ നമുക്ക് കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് മിക്കതും. ഈ ആ തുടക്കത്തിൽ ആ ഒരു ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരം കണ്ടതൊക്കെ തന്നെയാണ്. ഇതെൻ്റെ ഏറ്റവും ബാക്ക് സൈഡാണ്. പാത്രങ്ങൾ, പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ തന്നെ ഗെയിമിംഗ് സോണും അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന തരത്തിൽ ഗെയിമിംഗ് സോണൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അത് താല്പര്യമുള്ള ആൾക്കാരെ അതിൽ കയറി കളിക്കാം. ഇത് എൻഡിലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ ബജ്ജി കടയുണ്ട്, ജ്യൂസ് കടയുണ്ട്, അങ്ങനത്തെ സാധാ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവമാണ് കാണുന്നത്. കണ്ടോ, ഈ ഒരു വീലും കുറേ കുഞ്ഞു കുഞ്ഞു കടകളും കണ്ടോ. ഈ ഒരു വീല്, ഇതിൽ കയറുന്നവർക്ക് അതിൽ കയറാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ മിക്കതും കുട്ടികൾക്കും പിന്നെ അതേപോലെ തന്നെ വലിയവർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കയറാവുന്ന ടൈപ്പിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികളുടെ സ്ലൈഡിങ്ങും അങ്ങനത്തെ സ്ഥിരം നമ്മൾ കാണുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെ തന്നെ. എൻ്റെ മോള് കുറച്ച് നേരം അതിൽ കയറി കളിച്ചു കണ്ടോ. കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ ആ സമയത്ത്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് സൺഡേ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോയത് സൺഡേ ആണ്. പക്ഷെ ഇതിപ്പോൾ ഇനി ഈ മാസം സെപ്റ്റംബർ 21 വരെ ഉള്ളൂ. സെപ്റ്റംബർ 21 ആകുമ്പോൾ ഇത് കഴിയും. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ പോയി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഫിഷിൻ്റെ ഹാൻഡ് ഫീഡിങ് അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ അതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇതിപ്പോൾ കഴിയാറായി, മിക്കവരും പോയിട്ടുണ്ടാവും. എന്നാലും പോവാത്തവരൊന്നും കൂടി പോയി നോക്കുക. പിന്നെ ഇങ്ങനത്തെ ഒന്ന് രണ്ടല്ല കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോയവർ അഭിപ്രായം പറയാം, പോവാത്തവർ പോയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം SK Vibes 2.0.